ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു രസം ഉണ്ടാക്കിയാലോ. ഇതൊരു സാധാരണ രസമല്ല കേട്ടോ, ഹെർബൽ രസമാണ്. ഇത് നമ്മൾ പനിക്കൂർക്ക കൊണ്ടാണ് ഈ ഒരു രസം ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. പനിക്കൂർക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ഒരു നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി 2 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ നമ്മൾ കാന്താരി മുളകാണ് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്, ചതച്ചിടണം കേട്ടോ. അപ്പോൾ അത്രയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. പനിക്കൂർക്കയില ഞാൻ ഇവിടെ കഴുകി നല്ലപോലെ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു നാരങ്ങ മുറിച്ച് നല്ലപോലെ പിഴിഞ്ഞും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ കാന്താരി മുളകും കുറച്ച് ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഇതുപോലെ ചതച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിനെ എടുക്കണം. അധികം ഒന്നും ചതയേണ്ട കേട്ടോ, ഒന്ന് ഇടിച്ചെടുത്താൽ മതി. നമ്മുടെ മിക്സിയിലൊക്കെ ആണെങ്കിൽ ഒരടി അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുപ്പത്തേക്ക് ഒരു പാന് വയ്ക്കുക. പാന് വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കണം. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് നമ്മൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ് കേട്ടോ. ഇതൊരു റെൻറ്റഡ് ഹൗസാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ കാണും ഈ ഒരു അടുക്കളയ്ക്ക്. നിങ്ങൾ സഹകരിക്കണം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മൾ ഇങ്ങോട്ടേക്ക് സ്ഥലം മാറിയത്, ട്രാൻസ്ഫർ ആയപ്പോഴാണ് ഇങ്ങോട്ടേക്ക് മാറിയെന്നുള്ള കാര്യം. ഓക്കെ, നമുക്കിനി പാചകത്തിലേക്ക് കടക്കാം. അപ്പോൾ അടുപ്പത്ത് പാന് വെച്ചിട്ട് പാൻ ഏകദേശം ചൂടായപ്പോഴത്തേക്കും ഞാനൊരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് പൊട്ടിച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ കടുക് ഇടുവാണ് കേട്ടോ. കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചുമന്ന മുളകില്ലേ, വറ്റൽ മുളക് എന്നൊക്കെ പറയുന്ന ആ മുളകില്ലേ, ആ മുളകും കറിവേപ്പിലയും കൂടെ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഇതിലേക്ക് ഇടുവാണ്. ഇത് എല്ലാം കൂടെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പനിക്കൂർക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതിന് വലിയ കണക്കൊന്നുമില്ല. അല്ലെങ്കിലും നമുക്ക് ആവശ്യത്തിനെന്ന് മാത്രമാണ് ഞാൻ പറയുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ആവശ്യത്തിന് മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയൊക്കെ നല്ല പോലെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പനിക്കൂർക്ക ഒന്ന് വാടി വന്നപ്പോഴേക്കും കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അതും ഇതുപോലെ നല്ല പോലെ ഇളക്കി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് എല്ലാം കൂടെ ചേർന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരി മുളകും ജീരകവും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ഇല്ലാത്തവർക്ക് കുരുമുളകും കൂടി ഇട്ട് ഇതിലേക്ക് ഇട്ട് ചതച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നില്ലേ നാരങ്ങ, അത് ജ്യൂസ് എടുത്ത് വെക്കണം. കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെക്കണം. നമ്മൾ പുളിക്ക് പകരം ഇവിടെ നാരങ്ങയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ പനിക്കൂർക്ക ഇപ്പോൾ ഇങ്ങനെ ഒരു പരുവായിട്ടുണ്ട്. നമ്മുടെ നാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതെൻ്റെ കുട്ടി എടുത്തുകൊണ്ട് വന്ന ഒരു കമ്പാണ് ആ ഒരു സൈഡിൽ നിങ്ങൾ കണ്ടത് കേട്ടോ, ക്ഷമിക്കുക. അപ്പോൾ ഞാൻ നാരങ്ങ നീര് അങ്ങനെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഒരു 2 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി, ഞാൻ കണക്ക് പറയുന്നില്ല. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, അതുപോലെ രസപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. രസപ്പൊടിയൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഇവിടെ പൊടിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ കുരുമുളക് പൊടി, പൊടിച്ച കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കായപ്പൊടി ഇച്ചിരി കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രസത്തിന് ആ ഒരു ഫ്ലേവർ വരണമെങ്കിൽ കായം മുന്നോട്ട് നിൽക്കുക തന്നെ വേണം. അതുകൊണ്ട് കായപ്പൊടി കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി നല്ലോണം തിളപ്പിച്ചെടുക്കുക. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഔഷധക്കറി തന്നെയാണ് കേട്ടോ. നമ്മുടെ പനിയും ജലദോഷവും ഒക്കെ ഉള്ള സമയത്ത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ, അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ്. പനിക്കൂർക്ക അറിയാലോ, ഒരു ഔഷധ ഗുണം കൂടെ ഉള്ള സസ്യമാണ്. പനിക്കും ജലദോഷത്തിനും ഒക്കെ ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുന്നത്, നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാറുണ്ടല്ലോ. അതുപോലെ ഒരു കാപ്പിയുടെ എഫക്റ്റ് തന്നെ, ചുക്ക് കാപ്പിയുടെ എഫക്റ്റ് തന്നെയാണ് ഈ ഒരു രസത്തിനും കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ. Bye.